മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആവർത്തിച്ച് പറയുന്നത് കേന്ദ്രം നൽകാനുള്ള വിഹിതമൊന്നും തന്നെ സംസ്ഥാനത്തിന് കൃത്യമായി നൽകുന്നില്ല, സാമ്പത്തികമായി ഞെരുക്കുന്നു, ഉപരോധം ഏർപ്പെടുത്തുന്നു. എന്തെങ്കിലും വസ്തുതയുണ്ടോ ആ കാര്യത്തിൽ? UPA ഭരണകാലത്ത് കേരളത്തിന് ലഭിച്ചിരുന്ന പദ്ധതി വിഹിതം 35,000 കോടിയായിരുന്നു. ഇന്ന് വരെ മോദി സർക്കാർ വന്നതിന് ശേഷം 3,21,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കമ്പാരിസൺ കണക്ക് നിങ്ങൾ പരിശോധിച്ചോളൂ. അവർക്ക് എന്തെങ്കിലും പറയാൻ പോട്ടെ, കേന്ദ്രത്തിൻ്റെ കാര്യം വിട്ടു, എടുത്തു വെച്ചേക്കുന്ന കടം എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ 1,40,000 കോടി, 1,76,000 കോടി രൂപ കടം. അതിന് മുമ്പത്തെ VS സർക്കാർ ഇറങ്ങുമ്പോൾ 45,000 കോടി രൂപ കടമുണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ 15 വർഷക്കാലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 1,76,000 അതിപ്പോൾ 6 ലക്ഷം കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 6 ലക്ഷം കോടി പോട്ടെ, ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് എടുക്കുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഇവരെടുത്തിട്ടുള്ളതെന്ന് വെച്ചു. ഈ ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ കേരളത്തിന് തനത് വരുമാനം ഉണ്ടാകുന്ന, കേരളത്തിൻ്റെ 10 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം കാണിച്ചു. കേരളത്തിൽ 10 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്ന IT രംഗത്തല്ല, പ്രൈവറ്റ് കമ്പനികളാണ്. അതല്ലാതെ ഇത്രയേറെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടന്നിട്ട് ഈ സ്റ്റേറ്റിന് തനത് വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാപനം, ഇവിടുത്തെ 10 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം കാണിച്ചിട്ടാവും പറ്റില്ല. പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും എന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, കാത്തിരുന്നത്. പക്ഷെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. ചില രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം മതി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നായി തിരുവനന്തപുരത്തെ ഉയർത്തും, അതിനകത്തെല്ലാം ഉണ്ട്. ഇപ്പോൾ വന്നിട്ട് ഞാൻ ഡ്രെയിനേജിന് ഇത്ര രൂപ, റോഡിന് ഇത്ര രൂപ, പാലത്തിന് ഇത്ര രൂപ, ഇതെല്ലാം 15 ദിവസം കൊണ്ട് പ്ലാൻ. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ, അപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ PMO എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന് ഒരു സിസ്റ്റം ഉണ്ട്. PMOയുടെ വാക്ക് എന്ന് പറയുന്ന ഓർഡറിന് തുല്യമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തിനും ഇന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യത്തിന് അതിൻ്റെ പണം ഉണ്ടാകണം, അതിന് കൃത്യമായ പ്രൊജക്റ്റ് അവിടെ എത്തണം, ആ പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റി അവിടെ നോക്കണം, അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റും ഫയൽ ചെയ്യണം, അവർ അതിൻ്റെ DPR തയ്യാറാക്കണം, ആ DPR കൃത്യമായി കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അതിന് അനുമതി കൊടുക്കാമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ PMൻ്റെ വായിൽ നിന്നും അങ്ങനെ ഒരു വികസന പദ്ധതി അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു പ്രൊസീജിയറുണ്ട്. അല്ലാതെ ഓടിച്ചെന്നിട്ട് PM അത് അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കിനെല്ലാം ഉണ്ടല്ലോ. ഇന്ത്യയിലെ മികച്ച നഗരങ്ങളിലൊന്നായി അടുത്ത 5 വർഷക്കാലം കൊണ്ട് തിരുവനന്തപുരത്തെ മാറ്റും. അത് ഞങ്ങൾ മാറ്റുക തന്നെ ചെയ്യും. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയൊക്കെ വരുന്ന സമയത്ത് ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഗവർണർ, മുഖ്യമന്ത്രി, അതോടൊപ്പം മേയർ, അങ്ങനെ ആ ഒരു പ്രോട്ടോകോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അവിടെ മേയർ VV രാജേഷിനെ കാണാത്തതാണ് ഇത്തരത്തിൽ സമൂഹം. പ്രധാനമന്ത്രി വന്ന എന്തിനാണ്? റെയിൽവേയുടെ പ്രോജക്റ്റ് ഉദ്ഘാടനം, പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം, തൊട്ട് ചേർന്ന സദസ്സിൽ പാർട്ടിയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിജയാഘോഷം. അതാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിജയാഘോഷത്തിൽ ഏറ്റവും മസ്റ്റ് ആരാണ്? മേയർ തന്നെയാണ്. മേയറാണ് തീർച്ചയായും. ആ മേയർ എയർപോർട്ടിൽ നിന്ന് അവിടെ എത്തിയില്ലുള്ള അവസ്ഥ എന്താണ്? അല്ല, സ്വാഭാവികമായിട്ടും സാധാരണ റിസീവ് അല്ല, PMൻ്റെ കേന്ദ്രമന്ത്രിമാർക്ക് ആ കോൺവോയ് കയറാൻ പറ്റില്ല. കേന്ദ്രമന്ത്രി ഇപ്പം മന്ത്രി ജോർജ് കുര്യൻ ഉണ്ടായിരുന്നെങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് അദ്ദേഹത്തിന് കോൺവോയ്ഡ് പോകാൻ പറ്റില്ല, പുറകെ പോകാം. പക്ഷെ ആ പുറകെ പോകുമ്പോൾ വഴിക്കുണ്ടാകുന്ന പിന്നീടുണ്ടാകുന്ന ബ്ലോക്കുകൾ പെട്ടാൽ ഈ മീറ്റിങ്ങിൽ അദ്ദേഹം എത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ആ മീറ്റിങ്ങിൽ മനഃപൂർവ്വം ഈ രാജേഷിനെ ഒഴിവാക്കി. ബെറ്റർ അവിടെ റിസീവ് ചെയ്യുന്നതിനേക്കാൾ അദ്ദേഹം ഈ 2 മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രയോറിറ്റി. ആ പ്രയോറിറ്റി ആലോചിച്ച് തന്നെയാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. PMOയുമായിട്ടുള്ള ഡിസ്കഷനിൽ തന്നെ തീരുമാനമെടുത്തതാണ്. ആദ്യഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വേണ്ട വിധത്തിൽ BJP കൈകാര്യം ചെയ്തില്ല എന്ന തരത്തിലേക്കുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു കേട്ടതാണ്. യുവതീ പ്രവേശനം നടന്ന സമയത്ത് BJPയുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJPക്ക് വേണ്ട വിധത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്നുള്ള വിമർശനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വെയിറ്റ് ആൻഡ് സീ. എനിക്കതേ പറയാനുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി അതിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞു. അയ്യപ്പൻ്റെ സ്വർണം കെട്ടവരെ ജയിലിൽ അടയ്ക്കും, ഇത് മോഡിയുടെ ഗ്യാരണ്ടി. അതിനേക്കാൾ വലിയ വാക്കൊന്നും ഷോൺ ജോർജിന് പറയാനില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ED എൻക്വയറി നടക്കല്ലേ. ED ഈസ് ഓൺ ദ ട്രാക്ക്. ED അവരുടെ എൻക്വയറി നടക്കുന്നു. ED അതിൻ്റെ വഴിക്ക് പോട്ടെ, നന്നായിട്ട് നമുക്ക് നോക്കാം. CBI എൻക്വയറി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റാണ് റെഫർ ചെയ്യേണ്ടത്. ഗവൺമെൻറ് റെഫർ ചെയ്യാത്ത സാഹചര്യത്തിൽ SITയുടെ അന്വേഷണത്തിൽ
ഗുരുതരമായ വീഴ്ചകളുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ കോടതി അപ്രോച്ച് ചെയ്യും. കോടതി നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നല്ലോ. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ അല്ലല്ല, കോടതി നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നല്ലോ. CBI എൻക്വയറിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ കോടതി പറയുന്നത് SITയുടെ അന്വേഷണം കോടതിയുടെ അന്വേഷണത്തിൽ നിന്നുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അവിടെ പോയി ഇപ്പോൾ CBI എൻക്വയറി ആവശ്യപ്പെടുന്നത് ശരിയല്ലല്ലോ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.